Hey, hello and welcome back to my channel. My name is Pranavya and I'm a final Prof BMS student. Today in this video I am going to explain you about the do's and don'ts in a medical college. So, നമ്മളിപ്പോൾ BMS admission എടുത്തു. So this video is ultimately for the first Prof BMS student. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസും ഒക്കെ കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് അതാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് റെസ്പെക്റ്റ് യുവർ സീനിയർ. റെസ്പെക്ട് യുവർ സീനിയേഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മെഡിക്കൽ കോളേജിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് സ്ട്രഗിൾസ് വന്നു. എങ്ങനെ സർവൈവ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ബുക്ക് വാങ്ങിക്കണം, ഈ പ്രോഗ്രാംസ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ്. സത്യം പറഞ്ഞാൽ ആയുർവേദം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്തത് സീനിയേഴ്സാണ്. ജസ്റ്റ് സീനിയേഴ്സ് മാത്രമല്ല, സൂപ്പർ സീനിയേഴ്സും ഈവൻ PGs വരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ സംസ്കൃതം ഒന്നും അറിയാത്തതുകൊണ്ട് ആ ടേംസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സീനിയേഴ്സ് അവരുടെ ബുക്സ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ കരിക്കുലം അവരുടെ കരിക്കുലം തമ്മിൽ ഡിഫറെൻ്റ് ആണെങ്കിലും അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചില പോർഷൻസ് ഒക്കെ നമ്മൾക്കും അവർക്കും സെയിം ആണല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ചിലപ്പോൾ സിലബസ് അനുസരിച്ച് മാറിയിട്ടുണ്ടാവാം, പക്ഷേ അവർ ടെക്സ്റ്റൊക്കെ തരും. അതുപോലെ എക്സാം ടൈമിൽ അവരൊരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറയും. കരിക്കുലം ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും അതായത് ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, യൂണിവേഴ്സിറ്റി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചില പോർഷൻസൊക്കെ മസ്റ്റായിട്ട് പഠിക്കണം എന്നൊക്കെ പറയുന്ന ചില പോർഷൻസൊക്കെ കാണത്തില്ലേ. അപ്പോൾ അത് അറിയാൻ പറ്റുന്നത് സീനിയേഴ്സിനൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് സീനിയേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അവരെ വിഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. അത് എപ്പോഴും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സെക്കൻഡ് തിങ് ഈസ് ഡോണ്ട് ബൈ ഓൾ ദ ബുക്സ് you heard about it. അതായത് നമ്മൾ മെഡിക്കൽ കോളേജിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളെ സിലബസ് ഒക്കെ തന്നെ എടുത്ത് നോക്കിയാൽ തന്നെ ഇഷ്ടംപോലെ ബുക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് BMS കരിക്കുലത്തിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ ബുക്കുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, ഇതൊക്കെ ഓക്കെ ആണോ എന്ന്. പിന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ വ്യൂസൊക്കെ നോക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക. അല്ലാണ്ട് എല്ലാ ബുക്സും കൂടെ വാങ്ങിക്കാൻ ശ്രമിക്കേണ്ട. കാരണം ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്ത് നിങ്ങൾ ഒരുപാട് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേണുമായിട്ടോ അതിൻ്റെ പിക്ചറൈസേഷനുമായിട്ടോ ഒന്നും ഡൈജസ്റ്റ് ആവുന്നില്ല. അപ്പോൾ അയ്യോ എനിക്ക് പൈസ പോയി എന്നൊരു ചിന്ത വരരുത്. അപ്പോൾ ഈ ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി നിങ്ങൾ കോളേജിലൊക്കെ ചെന്ന് ഈ ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നതിന് ശേഷം ഒരാഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷം ആലോചിച്ച് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. കാരണം പല ടെക്സ്റ്റുകൾ ചിലതൊക്കെ ബ്രീഫായിരിക്കും, ചിലതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും പറയുന്നത്, ചിലതൊക്കെ ഭയങ്കരമായിട്ട് അതായത് കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും, ചിലതൊക്കെ എന്ന് വെച്ചാൽ ഈ മൈൻഡ് മാപ്പ് പോലെയുള്ള ഡയഗ്രാംസ് ഒക്കെ ആയിരിക്കും കൂടുതലുള്ള. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ചൂസ് യുവർ ടെക്സ്റ്റ് ബുക്ക്, ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു. ആൻഡ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചില പേജസ് ഒക്കെ കാണുമ്പോൾ അതിൻ്റെ കളർ കാണുമ്പോഴത്തേക്കും നമുക്ക് നല്ല അട്രാക്ഷൻ തോന്നും. പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നും. അപ്പോൾ നിങ്ങൾ ആദ്യം പോവുക, ലൈബ്രറിയിലൊക്കെ പോയിട്ട് ആ ബുക്സൊക്കെ അവൈലബിൾ ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതായത് ജസ്റ്റ് അതിൻ്റെ ഒരു കോപ്പിയെങ്കിലും നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ മണി വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഡിസിഷൻ up to you. Third thing, don't neglect your attendance. That's very important. That is 75% of attendance is very needed. According to the government college, they strictly following the 75% of attendance. Private collegeൽ അത്രയും നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു എക്സാം എഴുതുന്നതിന് 75% അറ്റൻഡൻസ് വേണം. അല്ലെങ്കിൽ നമ്മൾ അവസാനം എക്സാം എഴുതുന്നതിന് മുമ്പ് അതിന് ഫീ അടയ്ക്കേണ്ടി വരും. ഇതിപ്പോൾ നമുക്കിപ്പോൾ 3 പ്രൊഫ് ആയതുകൊണ്ട് നമ്മൾ ഒരു തവണ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 ഇയറിൽ അങ്ങനെ ഫീസ് അടച്ചിട്ട് അതായത് ഈ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഈ അറ്റൻഡൻസിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ ഉള്ള ഫീ അടച്ചതിന് ശേഷം എക്സാം എഴുതാം എല്ലാം പറ്റത്തില്ല. അതൊറ്റ തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അറ്റൻഡൻസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക്
ചില സബ്ജക്ട്സ് ഒന്നും ഇഷ്ടമല്ല, അല്ലെങ്കിൽ ചില പ്രാക്ടിക്കൽസ് ഒന്നും ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഏതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഏതൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട, അത് പ്ലാൻ ചെയ്യണം. അത് കോളേജിൻ്റെ ടൈപ്പും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പങ്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് കോളേജ്, അതും സ്ട്രിക്റ്റ് കോളേജൊക്കെ ആണെങ്കിൽ ഇതൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. സോ പ്ലാൻ യുവർ ഡേ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ആ ക്ലാസ് സ്കിപ്പ് ചെയ്തു എന്ന് വെച്ചാലും ആ പോർഷൻസ് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് എക്സാം ടൈമിൽ ഡിഫിക്കൽട്ടായിട്ട് വരും. ഓക്കെ, ഫോർത്ത് ഇസ് ഡോണ്ട് നെഗ്ലക്റ്റ് യുവർ സ്റ്റഡീസ്. സോ ഇവിടെ അതായത് ഇന്ന് എനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ പഠിക്കുന്നില്ല, നാളെ പഠിക്കാം, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ ഡെയിലി പഠിക്കുക. കാരണം പുതിയൊരു സിലബസാണ്, പുതിയൊരു സബ്ജക്റ്റ്, പുതിയൊരു ലാംഗ്വേജ് കൂടെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ സംസ്കൃതം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കുറച്ച് വർക്ക് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ ആദ്യം സംസ്കൃതത്തിൽ പഠിക്കുമ്പോഴത്തേക്കും അക്ഷരങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ അതിനുശേഷം മാഹിഷ്ണാണി സൂത്രാണി പഠിക്കും. അതായത് ആ ഈ ഒണ്ടരലേക്ക് ഏ ഓങ്ങ ഹൈ ഔച്ച് ഹൈ വരട്ട് അങ്ങനെ ഒരു സീരീസ് തന്നെ പഠിക്കും. പിന്നെ നമ്മൾ സന്ധി സമാസം ഇതൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ക്ലാസ് ബങ്ക് ചെയ്ത് അത് പഠിക്കുക തന്നെ വേണം. പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസം, അതായത് ചിലപ്പോൾ ഒരു ദിവസം മോഡേൺ ആയിരിക്കും പഠിപ്പിക്കുന്നത്, അടുത്ത ദിവസം ആയുർവേദമായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, രണ്ടും കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ബാലൻസ് ചെയ്യാൻ പറ്റൂ. ചിലപ്പോൾ ഇപ്പോൾ എംബ്രിയോളജി പഠിപ്പിച്ചിട്ട് അതിൻ്റെ ആയുർവേദ പോർഷൻ മാസാനുമാസികയും പഠിപ്പിച്ചു. അപ്പോൾ ചില പോർഷൻ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്ലോകങ്ങളൊക്കെ പഠിച്ചിങ്ങനെ എഴുതുന്ന സമയത്ത് അതിൻ്റെ മീനിങ് അറിയില്ല. ഇൻ കേസ് നിങ്ങൾക്കത് അതിൻ്റെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി അവിടുത്തെ ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഡോണ്ട് നെഗ്ലക്റ്റ് ടു സ്റ്റഡി എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ ഈസ് ബി അറ്റൻറ്റീവ് ഇൻ പ്രാക്ടിക്കൽസ്. ബിക്കോസ് നമ്മൾ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് കിട്ടുന്നത് പ്രാക്ടിക്കൽസിനാണ്. അപ്പോൾ പ്രാക്ടിക്കൽസ് കളയാൻ പാടില്ല. ഇപ്പോൾ റെഗുലർ കുട്ടിയാണെങ്കിൽ ആ കുട്ടി റെഗുലർലി ക്ലാസ്സിൽ വരുന്നൊരു കുട്ടിയാണെങ്കിൽ അത് അറ്റൻറ്റീവ് ആയിരിക്കും. പക്ഷേ ചിലരെന്ന് വെച്ചാൽ ഇറഗുലർ ആയിട്ടായിരിക്കും ക്ലാസ്സിൽ വരുന്നത്, പക്ഷെ അവർ വീട്ടിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇപ്പോൾ പഠിക്കാതെ ക്ലാസ്സും പങ്ക് ചെയ്ത് നടന്നാലും ചിലർ ലാസ്റ്റ് മിനിറ്റ് 1 month നമുക്ക് എക്സാമിൽ സ്റ്റഡി ലീവ് കിട്ടുമല്ലോ, ആ സമയത്ത് മാത്രം ഇരുന്ന് പഠിച്ച് പാസ്സായ ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കൽസ് അത് ഒഴിവാക്കാൻ പാടില്ല. പ്രാക്ടിക്കൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം, അതായത് വൈവ, അതുപോലെ അതായത് തിയറി എക്സാമിനേക്കാളും പ്രാക്ടിക്കൽ എക്സാമിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഡൈസെക്ഷനൊക്കെ ആണെങ്കിൽ ഓരോ ക്ലാസ് മിസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഡൈസെക്ട് ചെയ്യുന്ന പെയിൻസ് ആണോ നെർവ്സ് ആണോ ഏത് മസിൽസിനെ കുറിച്ചാണോ ഇല്ല ഹാംസ്ട്രിങ് ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ അറിഞ്ഞേ പറ്റൂ. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ പിന്നെ അത് രണ്ടാമത് ആ ക്ലാസ് കൂടെ എടുത്ത് തരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു ടോപ്പിക്ക് പഠിച്ചു, ഇപ്പം നമ്മൾ അതായത് ക്ലോട്ടിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഫിസിയോളജി പ്രാക്ടിക്കൽസ് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ തിയറി പഠിക്കണം. പിന്നെ അതിൻ്റെ ആയുർവേദ പോർഷനും കൂടെ നോക്കണം. അതായത് നമ്മളിപ്പോൾ ക്ലോട്ടിങ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണം. ഇപ്പോൾ ക്രിസ്മസ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റണം. അപ്പോൾ ക്ലോട്ടിങ് ടൈം, ബ്ലീഡിങ് ടൈം ഇതൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അതിനകത്തു നിന്നുള്ള വൈവ വോയിസും കൂടെ പഠിച്ച് വെച്ചിരിക്കണം. അപ്പോൾ ഹെമറ്റോളജിയിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ RBC WBC അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. അതായത് ഹീമോസൈറ്റോമെട്രി ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ അത് അറിഞ്ഞേ പറ്റും. പിന്നെ അതുപോലെ നമ്മൾ റിഫ്ലെക്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് അതായത് ഹയർ മെൻ്റൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു, അല്ല അതുപോലെ തന്നെ ഇപ്പോൾ ബെൽസ് പാൾസിയൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അത് വന്നു, അവിടെ ഏത് നെർവാണ് അഫക്റ്റ് ചെയ്തത്, അതൊക്കെ അറിയണമെങ്കിൽ തിയറി അറിയണം, പ്രാക്ടിക്കൽസും അറിയണം. അപ്പോൾ രണ്ടും കൂടെ ബാലൻസ് ചെയ്താലേ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പോൾ അത് ക്രേനിയൽ നെർവ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ ക്രേനിയൽ നെർവ് അതിൻ്റെ ഫങ്ഷൻ, അതിൻ്റെ ഡാമേജ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ഡിസീസും പെട്ടെന്ന് ഏതാണ് എന്തൊക്കെ നിദാന പരിവർത്തനങ്ങളാണെന്ന് പെട്ടെന്ന് നമുക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ് വരുള്ളൂ. സിക്സ്ത് വൺ ഇസ് കണക്ട് വിത്ത് യുവർ ടീച്ചേഴ്സ്. ബിക്കോസ് അത് ഒരു മെഡിക്കൽ കോളേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെടണമെന്നില്ല. ബിക്കോസ് നമ്മൾ ചിലപ്പോൾ അവർ ഭയങ്കര റൂഡായിട്ട് തോന്നും, അല്ലെങ്കിൽ ചിലർ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. അങ്ങനെയുള്ള ടീച്ചേഴ്സിനോട് ആയിരിക്കും നമുക്ക് ഒരുപാട് താല്പര്യമുള്ളത്.
എനിവേ ദാറ്റ്സ് ഡിപ്പെൻസ് ഓൺ യു. പക്ഷേ അവരുമായിട്ടൊരു കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എക്സാം ആണെങ്കിലും അല്ലാതെ നമുക്ക് എന്ത് ഡൗട്ട് പോയി ചോദിച്ചാൽ അത് ഏത് പ്രൊഫൈലായിരുന്നാൽ പോലും ചോദിച്ചാലും പറഞ്ഞു തരാൻ ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഞാനിപ്പോൾ ഫൈനൽ ഇയറിലാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഫൈനൽ ഇയർ വന്നപ്പോൾ അനാട്ടമിയിൽ എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു, അല്ലെങ്കിൽ ഫിസിയോളജിയിൽ എനിക്ക് ഡൗട്ട് തോന്നുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രൊഫൈലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കാം. അപ്പോൾ ചോദിക്കാം, ആരെടുത്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അങ്ങനൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ നമുക്ക് ഏത് ചിലപ്പോൾ രാത്രിയൊക്കെയാണ് നമുക്ക് ഡൗട്ട് വന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, മെസ്സേജ് അയച്ച് ചോദിക്കാം, എനിക്ക് ഈ പോർഷൻസ് അല്ലെങ്കിൽ ടീച്ചറിന് എനിക്കിതിങ്ങനെ മനസ്സിലായിട്ടില്ല, നമുക്ക് ഇത്രയും പോർഷൻസ് ഫോട്ടോ എടുത്ത് ചോദിക്കാം. അല്ലെങ്കിൽ പിറ്റേ ദിവസം സാറോ ടീച്ചറോ വരുന്ന സമയത്ത് നമുക്ക് ചോദിക്കാം. അപ്പോൾ അവരത് പറഞ്ഞു തരും. ഇൻ കേസ് നമ്മൾ ക്ലാസ്സിൽ അറ്റൻറ്റീവ് അല്ലാത്ത ഒരു കുട്ടിയാണ്, ക്ലാസ്സിൽ വരാത്ത ഒരു കുട്ടിയാണ്, അപ്പോൾ അവരെയൊക്കെ വെറുപ്പിച്ചെടുക്കുന്ന ഒരാളാണെങ്കിൽ കൂടി ഈ ടീച്ചേഴ്സൊന്നും പറഞ്ഞു തരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അറ്റൻറ്റീവ് ചെയ്തിട്ട് അതായത് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളോടൊരു ഇംപ്രഷൻ ഉണ്ടാവും, അല്ലേ? ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ഇംപ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ നമ്മുടെ BC അതായത് ബാച്ച് കോർഡിനേറ്ററിൻ്റെ അടുത്ത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെ ധൈര്യമായിട്ട് പറയണം. അതായത് ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ടിനോട് നമ്മളെല്ലാം പറയില്ലേ, അതുപോലെ പറയാൻ പറ്റുന്ന രീതിയിലൊരു കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഒരിക്കലും അവരെ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ടീച്ചേഴ്സ് എപ്പോഴും പ്രഷ്യസ് ആണ്. അതിന് ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പഠിച്ച കോളേജിൽ തിരിച്ച് വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇപ്പം ഞാൻ എന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറിനെ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറിനെ കാണാൻ പോകുമ്പോൾ ആ ടീച്ചർ അന്ന് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, ക്ലാസ്സിൽ നല്ല കുട്ടിയായിരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ അപ്പോൾ ആ ടീച്ചർ വേറൊരു ടീച്ചർ, അതായത് പുതിയതായിട്ട് വന്നൊരു ടീച്ചറിൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, ഇപ്പോൾ ഈ കുട്ടി മെഡിസിനാണ് പഠിക്കുന്നത്, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറയുന്നത്. 7th one is participate in all college events. ബിക്കോസ് അത് എന്ന് വെച്ചാൽ ചില കുട്ടികൾ എൻട്രോവേർട്ട് ആയിരിക്കും, ചിലവർ എക്സ്ട്രോവേർട്ട് ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇരിക്കുന്നവരും കാണും. അപ്പോൾ നമുക്ക് കോളേജ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് അയ്യോ ഞാനിതൊക്കെ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെയുള്ള പേടി കാരണം ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അതായത് ഇത് നമുക്ക് ആകെ കിട്ടുന്ന ഒരു കോളേജ് ലൈഫാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾ PGക്ക് പോവില്ലേ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോളേജ് ടൈം എന്നൊക്കെ അതൊക്കെ 1 2 തവണയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു മെമ്മറിയാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾ ഈ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ ഒരു പെർഫോമൻസും ചെയ്തിട്ടില്ല, അപ്പോൾ ഒരു മെമ്മറി പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ അവസാനം ഇരുന്ന് കരയേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പകരം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് സോളോ ആയിട്ടുള്ള പാട്ട്, ഡാൻസ് അല്ലെങ്കിൽ പ്രസംഗം, അങ്ങനത്തെയുള്ള സോളോ ഇവൻറ്റ്സിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി സോളോ ചെയ്യാൻ പേടിയുള്ളവർക്കാണെങ്കിൽ ഗ്രൂപ്പ് ഇവൻറ്റ്സ്, ഗ്രൂപ്പ് സോങ് ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്, പിന്നെ നാടകമുണ്ട്, അല്ലെ, സ്കിറ്റ്, അതുപോലെ മൈമുണ്ട്, അങ്ങനെ എന്തെല്ലാം ഇവൻറ്റ്സ് ഉണ്ട്. അതുപോലെ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉണ്ട്, പെയിൻറ്റിങ് കോമ്പറ്റീഷൻ, കൊളാഷ് നിർമ്മാണം, അങ്ങനെ രംഗോലി, അതെ, മെഹന്തി, പിന്നെ ആർട്സ്, സ്പോർട്സ്, ഇഷ്ടം പോലെ പ്രോഗ്രാം അല്ലേ. അപ്പം നമുക്കൊരു മെമ്മറിയാണ്, നമ്മളെ കുറച്ച് പേര് ഓർത്തിരിക്കും. ഇപ്പോൾ ജൂനിയേഴ്സ് ആയിക്കോട്ടെ, സീനിയേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, എല്ലാവരും നമ്മളെ ഓർത്തിരിക്കും. നമ്മളുടെ ഒരു സിഗ്നേച്ചർ നമ്മളവിടെ പഠിക്കുന്ന കോളേജിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെന്നും നമ്മളെ ഓർത്തിരിക്കും. അതാണല്ലോ നമ്മുടെ ഒരു എയിം തന്നെ. എല്ലാവരും നമ്മളെ ഓർക്കണം. നമ്മൾ നല്ലൊരു ഡോക്ടർ ആകുമ്പോഴത്തേക്കും അവർ പറയാം ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, ആ കുട്ടി അവിടെ എത്തും, പണ്ടേ എനിക്കറിയായിരുന്നു അവൾ അവിടെ എത്തും, അല്ലെങ്കിൽ അവൻ അവിടെ എത്തും. അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. 8th one is socialize with the people. ഓക്കെ, ഞാൻ പറഞ്ഞു, അതായത് ജൂനിയർ സീനിയർ ഇൻട്രാക്ഷൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ചില സ്ഥലത്തെന്ന് വെച്ചാൽ അവിടെ റാഗിങ് വരെ ഉണ്ടാവാം. ബട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് കോളേജാണ്, കുറച്ച് കാലത്തേക്കല്ലേ നമ്മളൊക്കെ ഒന്നിച്ചിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും. ഇനി നമ്മൾ സ്ട്രെസ് അടിച്ച് പഠിക്കാനൊന്നും താല്പര്യമില്ല എന്ന് വിചാരിച്ചേക്ക് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഏതെങ്കിലും ഒരു സീനിയറിനെ കാണുന്നു, കുറച്ച് നേരം സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഫ്രീ ആവും. അതുപോലെ അങ്ങനെ ആരെടുത്തെങ്കിലും ഇപ്പോൾ സംസാരിക്കുക, വേണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയിട്ടൊന്ന് ചില്ലൊക്കെ ചെയ്യുക, ലോ ബജറ്റ് അങ്ങനെയൊക്കെ സിനിമയ്ക്കൊക്കെ പോവുക. അപ്പോൾ നമുക്ക് അത് നമ്മുടെ കോളേജിലെന്ന് പറയുമ്പോഴത്തേക്ക് മലയാളികൾ മാത്രമായിരിക്കത്തില്ലല്ലോ, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ കാണും. ഇപ്പം മലയാളി തന്നെ എല്ലാവരും ഒരേ
ടോണിലുള്ള മലയാളം ആയിരിക്കില്ലല്ലോ പറയുന്നത്. ഇപ്പോൾ കാസർഗോഡും കണ്ണൂരും തൃശ്ശൂരും പാലക്കാടും ഇടുക്കിയും എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പം അവരെല്ലാവരും തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് സോഷ്യലൈസ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്കും അത് ഗ്രാബ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നല്ല രസമായിരിക്കും, നമുക്കും ഒരു എൻജോയ്മെൻ്റ് ആവും അല്ലേ. നമ്മളിപ്പോൾ പറയുമ്പോഴത്തേക്കും കൊള്ളാമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിന് പല പല ടോണിലായിരിക്കും, പല പല വാക്കുകളായിരിക്കും പല പല ജില്ലകളിൽ പറയുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെ കേൾക്കാനായിട്ട് ഒരു രസമാണ് അല്ലേ. തണ്ണിമത്തൻ, ബത്തക്ക അങ്ങനെയൊക്കെ പറയില്ലേ, വാട്ടർമെലൺ. അപ്പോൾ അത് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കും. പിന്നെ ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരുമായിട്ട് ഇടപഴകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റഡീസിനോടും ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബി സോഷ്യലൈസ് വിത്ത് പീപ്പിൾ എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞെങ്കിൽ എനിക്കറിയാം കുറേ പേര് ഇപ്പോഴും MBBS കിട്ടാത്തതുകൊണ്ടുള്ള വിഷമത്തിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിവേ നിങ്ങൾക്ക് പാർഷ്യൽ ഡ്രോപ്പ് ചെയ്തിട്ട് MBBSന് വേണ്ടിയിട്ട് നീറ്റ് എക്സാമാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഒന്ന് കളഞ്ഞിട്ട് പോകുമ്പോൾ അത് കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ട് വേണം പോവാൻ. അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കാൻ പാടുള്ളൂ. അപ്പോഴും നിങ്ങളുടെ പ്രീവിയസ് മാർക്സും അതൊക്കെ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. പിന്നെ അഥവാ നിങ്ങൾ BMSൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോകമാണ്. ഇതിൽ കുറച്ച് സ്ട്രഗിൾസ് ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. പിന്നെന്താ, സംസ്കൃതം അതാണ് ഏറ്റവും ഇത്. പിന്നെ പലതിനും നമുക്ക് വാലിഡേഷൻ ഒന്നും കാണത്തില്ല, ചിലതൊന്നും ഡൈജസ്റ്റ് ആവില്ല. ആയുർവേദവും മോഡേണും തമ്മിൽ നമുക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കണം. അതായത് അതിൻ്റെ ഡീപ്പായിട്ട് ഇറങ്ങി പോയാൽ മാത്രമേ അതായത് എന്താണ് ആ തിയറി, അവർ പറയുന്ന കോൺസെപ്റ്റ് എന്ന് ഡീപ്പായിട്ട് അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ഓക്കെ ഇത് ഓക്കെയാണ്, വൗ വണ്ടർഫുൾ എന്നൊക്കെ നമുക്ക് തോന്നുള്ളൂ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ചലഞ്ചുകളിലൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഒരു BMS കോളേജിൽ ഒരു ഫസ്റ്റ് പ്രൊഫ് വിദ്യാർത്ഥി നിൽക്കാനുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. ഐ തിങ്ക് യു ഓൾ ലൈക്ക് ദ വീഡിയോ. സോ see you on next time. Tata.